നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കഥകളിയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. കഥകളി എല്ലാവരും ഇഷ്ടപ്പെടുക. എന്നിട്ട് നമുക്ക് ആട്ടക്കഥ പഠിക്കാം. ആട്ടക്കഥകളെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആട്ടക്കഥകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. രാമനാട്ടമാണ് കഥകളിയായിട്ട് മാറിയത് എന്ന് പറഞ്ഞു. രാമൻ്റെ കഥകളാണ് ആദ്യം ആടിയത്. പിന്നെ ഏറ്റവും മികച്ചതെന്ന് കഥകളി ലോകം പറയുന്ന കോട്ടം തീർന്ന കോട്ടയം കഥകൾ 4 കോട്ടയം കേരളവർമ്മ, മധ്യ തിരുവിതാംകൂറിലെ കോട്ടയമല്ല, പഴശ്ശി കോട്ടയം ആണ്. കോട്ടയം കേരളവർമ്മ എഴുതിയ വനപർവ്വത്തിലെ ചില രംഗങ്ങളെ ആസ്പദമാക്കി എഴുതിയ ഭഗവധം, ഗർമീരവധം, നിവാതകവച കാലകേയവധം, കല്യാണ സൗഗന്ധികം, ഈ ആട്ടക്കഥകളൊക്കെ കോട്ടയം കേരളവർമ്മയുടേതാണ്. കോട്ടം തീർന്ന കഥകൾ എന്നാണ് പറയുന്നത്. അഭിനയപ്രധാനവുമാണ്, സാഹിത്യ ഗുണവുമുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ കണ്ട് അതിലേക്ക് കടന്ന് ചെല്ലണം. നമ്മളെല്ലാ മേഖലയിലും പഠിപ്പിക്കാൻ പോകുന്നവർ എല്ലാ മേഖലയിലും കൈവെക്കണമല്ലോ. കിളിമാനൂർ രാജരാജവർമ്മയുടെ രാവണ വിജയം, അതുപോലെ ഇരയിമ്മൻ തമ്പിയുടെ കീചകവധം, ഉത്തരാസ്വയംവരം, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ, അതും മഹാഭാരതത്തിലെ വനപർവ്വമാണ്. ഇതൊക്കെയാണ് മലയാളത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ. നിരവധി ആട്ടക്കഥകളുണ്ട്. അടുത്ത കാലത്തും ഏറ്റവും കൂടുതൽ ആടുന്ന കഥകളിൽ പുതിയ കാലത്തുണ്ടായതുകൊണ്ട് മാലിയുടെ കർണശപഥം പോലുള്ള കഥകളികളൊക്കെ ആടി വരുന്നുണ്ട്. നമുക്ക് നളചരിതത്തിലേക്ക് കിടക്കാം. നളചരിതത്തിലെ 1-ാം ദിവസം 4 ദിവസമായിട്ട് രചിക്കപ്പെട്ട കഥയാണ് നളചരിതം. നളചരിതം രചിച്ചത് ഉണ്ണായി വാര്യർ ആണ്. ഇത് രചിക്കപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാരുടെ സമകാലീനായിരുന്ന ഉണ്ണായി വാര്യരാണ്. ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ഉണ്ണായി വാര്യരും. തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തുവാണെന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ചിലപ്പം വിളിപ്പേരാണ് ഉണ്ണായി എന്ന് പറയുന്നുണ്ട്. ചിലർ ഇദ്ദേഹത്തിൻ്റെ പേര് രാമൻ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബമോ പരമ്പരകളോ ഒന്നും ഉള്ളതായിട്ട് അറിവില്ല. ചിലർ പറയുന്നത് ഉണ്ണായി വാര്യർ തന്നെ എഴുതിയതുപോലെ, നളചരിതം 1-ാം ദിവസത്തിൽ ഹംസം പറയുന്നത് പോലെ കുലമിത അഖിലവും അറുതി വന്നിതു എന്ന് പറഞ്ഞ പോലെ അറം പറ്റിയതാണ്, കുടുംബമേ ഇല്ലാതായി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തു ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നമുക്കറിയത്തില്ല. ഇരിങ്ങാലക്കുടയിലുണ്ടായിരുന്ന ആൾ തിരുവനന്തപുരത്ത് കുഞ്ചൻ നമ്പ്യാരോടൊപ്പം തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നളചരിതം ആട്ടക്കഥ 4 ദിവസമായിട്ട് രചിക്കപ്പെട്ടതാണ്. ഇത് മഹാഭാരതത്തിലെ വനപർവ്വത്തിലെ ഒരു സന്ദർഭമാണ്. ചൂത് കളിച്ച് ധർമ്മപുത്രരും അനുജന്മാരും സർവ്വതും നഷ്ടപ്പെട്ട് വനത്തിൽ കഴിയുന്ന സമയം. അവിടെ ബൃഹദശ്വൻ എന്നൊരു മഹർഷി വരുന്നു. ഇദ്ദേഹം ഇവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ചൂത് കളിച്ച് സർവ്വതും നഷ്ടപ്പെടുത്തി എന്ന് വേണേൽ പറയാം. ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ നിന്നെപ്പോലൊരു രാജാവ് പണ്ടുണ്ടായിരുന്നു നിഷധ രാജ്യത്ത്. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു നളൻ എന്ന് പറഞ്ഞ് ഈ നളൻ്റെ കഥ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തിട്ട് നാളെ ഇനിയും ചൂതുകളി ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ജയിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അക്ഷഹൃതയൊക്കെ അവിടെ വെച്ച് ബൃഹദശ്വനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു കഥയുണ്ട് അതിനകത്ത്. ആ നളചരിതം കഥയെ വളരെ മനോഹരമായൊരു ദൃശ്യനാടകമായി അവതരിപ്പിച്ചതാണ് നളചരിതം ആട്ടക്കഥ. 4 ദിവസങ്ങളിലായിട്ടാണ് ഈ കഥ പറയുന്നത്. ഈ കഥയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നളചരിതം കഥകളിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയതല്ല എന്നാണ് ഒരു വലിയ വിഭാഗം കഥകളി ആസ്വാദകരും കഥകളിക്കാരും പറഞ്ഞിരുന്നത്. കാരണം അടുത്ത കാലം വരെ കലാമണ്ഡലത്തിൽ അതൊരു പഠന വിഷയവും അല്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരുപാട് അരങ്ങുകൾ നളചരിതം 1-ാം ദിവസത്തിനും 2-ാം ദിവസത്തിനും കിട്ടുന്നുണ്ട്. കാരണം അത്രത്തോളം
പ്രേക്ഷകർ മാറിയിട്ടുണ്ട്. ആ കഥകളി എന്ന സാഹിത്യത്തെ, മനോഹരമായ സാഹിത്യത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാണ് നളചരിതം ആട്ടപ്രധാനം അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഒന്ന്, ഇതിൻ്റെ ഒരു കൃത്യമായൊരു സാഹിത്യ സൃഷ്ടിയാണ്, കടുകട്ടി സാഹിത്യമാണിത്. മനോഹരമായിട്ട് ഏറ്റവും ഉള്ള ആട്ടക്കഥകളിലെ ഏറ്റവും മനോഹരവും സാഹിത്യ ഗുണം തികഞ്ഞതും നളചരിതമാണ്. അതിൻ്റേതായ കുഴപ്പമുണ്ട്. ഒരു രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരു വലിയ നോവലിനെ സ്ക്രീൻ പ്ലേ ആക്കുമ്പോൾ അത് രംഗാവതരണത്തിന് പറ്റിയ രീതിയിലാകണം. അത് പറ്റിയതല്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വന്നിരുന്നത്. ഉണ്ണായി വാര്യർ നളചരിതം എഴുതി ഒരു നൂറ്റാണ്ടിന് ശേഷമാണത് രംഗത്ത് കഥകളിയായിട്ട് അവതരിപ്പിച്ചതെന്നാണ് പറയുന്നത്. അത് അവതരിപ്പിക്കാതിരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതിൻ്റെ സാഹിത്യം കടുകട്ടിയാണ്. പദാർത്ഥാഭിനയ പ്രധാനമാണ് കഥകളി എന്ന് നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ഹംസമൊക്കെ പറയുന്ന സമരധാമ വധൂമത ഭൂമ വിരാമത കോമളിമ താമനുരാഗിണിയാം എന്നൊക്കെ പറയുമ്പം സാഹിത്യം പഠിക്കുന്ന നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി പാടാണ്. കഥകളി നടനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം നന്നായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അവതരിപ്പിക്കൂ. അതെല്ലാം നമ്മുടെ കേരളത്തിലുള്ള കലാകാരന്മാരെയൊക്കെ അക്കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം ആദരിക്കണം. നമ്മളവരെ അറിയുകയും കൂടെ വേണം. അത് തന്നെയാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. കടുകട്ടി സാഹിത്യമാണ് ഇത്. പദാർത്ഥാഭിനയ പ്രധാനം അല്ല എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ കഥകളി ആസ്വാദകർക്ക് കുറേ യുദ്ധവും കത്തിവേഷങ്ങളും ഒക്കെ വേണം. ഇതിനകത്ത് കത്തിവേഷമൊന്നുമില്ല. അതൊരു ന്യൂനതയായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്, ഈ ഒരുപാട് കഥകളിയിലുള്ള ഈ ദണ്ഡകങ്ങൾ, സോളിലോക്കി എന്ന് വെച്ചാൽ ഈ ഒറ്റയ്ക്ക് അവതരിപ്പിക്കുന്ന, ചിലപ്പോൾ ഇരുന്നു കൊണ്ടായിരിക്കും കുറേ നേരം അവതരിപ്പിക്കേണ്ടി വരുന്നത്. അതിന് രംഗവിരസത ഉണ്ടാവും. അപ്പോൾ മറിമാൻ കണ്ണി എന്നുള്ളതും വിജനേബത ഒക്കെ പിന്നെ ചില പ്രേക്ഷകർക്കെങ്കിലും വിരസത ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സാഹിത്യം ആസ്വദിക്കുന്ന ഇന്ന് കൂടുതൽ നല്ല ആസ്വാദകരൊക്കെ ഈ നളചരിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നളചരിതം ഇന്ന് രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരു കഥയാണ്. ഇനി നമുക്ക് ഉണ്ണായി വാര്യർ എന്ന ലെജൻഡിനെ കുറിച്ച് നോക്കാം. ഉണ്ണായി വാര്യരുടെ സാഹിത്യം എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു കാവ്യമായിട്ടാണ്. നമ്മളിനി പറയുന്നതിൽ ചില പോയിന്റുകൾ നമ്മൾ ഓർത്ത് വെക്കണം. നളചരിതത്തെ കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ ശാകുന്തളം എന്നാണ് പറയുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഥകളി എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാന്തരം ഒരു നാടകമാണ്. ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തെക്കുറിച്ച് അറിയണം. ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും മികവാർന്ന സാഹിത്യ സൃഷ്ടികളിൽ ഒന്നാണ് അഭിജ്ഞാന ശാകുന്തളം. അതിൻ്റെ വിഷയമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും അതിലെ അലങ്കാരങ്ങൾ, ഉപമകൾ, ഇത്രയും മനോഹരമായ ഒരു കാവ്യം, ഒരു നാടകം ഭാരതത്തിലുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉൾപ്പെടുന്ന വളരെ മനോഹരമായ ജീവിതത്തിൻ്റെ അവസ്ഥകളെയും വിവരിക്കുന്നുണ്ട്. അതായത് വിരഹമാണെങ്കിലും കണ്ടുമുട്ടലും എല്ലാം വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളത്തിന് തത്തുല്യമായി അതേ സാഹിത്യ ഗുണമുള്ള, അതുപോലെ സാഹിത്യ ഗുണമുള്ള ഒന്നാണ് മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരേ ഒരു കൃതിയാണ് ഈ നളചരിതം. അതുകൊണ്ട് തന്നെയാണ് മലയാള ശാകുന്തളം എന്ന് നളചരിതത്തെ പറയുന്നത്. അദ്ദേഹം എത്രത്തോളം ഒരു ലെജൻഡാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ നളചരിതത്തെ ആഴത്തിൽ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. മഹാഭാരതത്തിലെ ആ വനപർവ്വത്തിലെ ആ നളചരിതം കഥയെ ഒരു ജീവിതഗന്ധിയായ, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഥകൾക്ക് തുല്യമായ ഒന്നാക്കി മാറ്റാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. സാധാരണ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇത് 4 ദിവസമായിട്ട് തിരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ രചനാ വൈഭവം നോക്കണമെങ്കിൽ, ഒന്നാം ദിവസം എന്ന് പറയുന്നത് നളനും ദമയന്തിയും തമ്മിലുള്ള
പ്രണയമാണ്. ആ പ്രണയം എന്ന് പറഞ്ഞാൽ വിപ്രലംഭ ശൃംഗാരം എന്ന് പറയും. ശൃംഗാരത്തിലാണ് എല്ലാം, മിക്ക നാടകങ്ങൾക്കും കൃതികൾക്കും എല്ലാം ശൃംഗാരമാണ് മെയിൻ. നളചരിതത്തിന് പ്രത്യേകിച്ചും ശൃംഗാരം പ്രധാനമാണ്. ഇതിലെ വിപ്രലംഭ ശൃംഗാരം, അതായത് ശൃംഗാരം 2 തരത്തിലാണ്: വിപ്രലംഭ ശൃംഗാരവും സംഭോഗ ശൃംഗാരവും. നായകനും നായികയും അടുത്തില്ലാതെ ഉള്ള അനുരാഗമാണ് വിപ്രലംഭ ശൃംഗാരം. ഇതിനകത്ത് ഇവർ തമ്മിൽ പിന്നെ നമ്മുടെ സിനിമാക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കോമ്പിനേഷൻ സീനൊന്നുമില്ല നളനും ദമയന്തിയും തമ്മിൽ. ഇതിൻ്റെ ഇടയ്ക്കൊരു മീഡിയേറ്ററും ഒക്കെ അത്രയേ ഉള്ളൂ. അത് എങ്കിലും എത്ര മനോഹരമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ശൃംഗാരം, പിന്നെ പ്രണയം, 2-ാം ദിവസത്തിലേക്ക് കടക്കുമ്പം അവരുടെ മധുവിധുവിലേക്ക് കടക്കുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചൂതുകളിയും ആർത്തി പൂണ്ട് കൂടുതൽ വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി കൊണ്ടാണല്ലോ ചൂത് കളിക്കാനും മറ്റുള്ള തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ ജീവിതം മുഴുക്ക നഷ്ടപ്പെടുന്നു. സ്വന്തം ഭാര്യയെ പോലും ഉപേക്ഷിക്കേണ്ടി വരുന്നു. പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങളും പിന്നെ കൂടിച്ചേരലുമാണ്. അത് നമ്മൾ മനുഷ്യജീവിതത്തിൻ്റെ ദശാസന്ധി എന്ന് പറഞ്ഞാൽ ഈ ജാതകമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയൊന്നും പറയരുത്. മനുഷ്യജീവിതത്തിൽ എല്ലാത്തിലും ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ എന്ന് മാത്രം ഓർത്താൽ മതി. അതിനെ ഭംഗിയായിട്ട് വരച്ചു കാട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രചനാ ശൈലി എന്ന് പറയുമ്പം നളചരിതം 1-ാം ദിവസം എന്ന് പറയുന്നത് ഒരു പ്രണയ കാവ്യമാണ്. ഈ പ്രണയത്തെ ഇതിലൊരു താമരയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ രംഗത്ത് തന്നെ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദനാണ് ഇവിടേക്ക് വരുന്നത്. ബ്രഹ്മാവ്, പ്രണയം എന്ന് പറഞ്ഞാൽ പ്രകൃതി സൃഷ്ടമാണ്, ബ്രഹ്മസൃഷ്ടമാണ് എന്നൊരു കൽപ്പനയും കൂടെ ഉണ്ട്. രത്നങ്ങളൊക്കെ ഭൂമിയിലുള്ള നല്ല നല്ല വസ്തുക്കൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ജീവിതത്തിൽ നല്ല വസ്തുക്കൾ, അത് പെണ്ണായാലും ധനമായാലും, രത്നമെല്ലാം നിനക്കുള്ളൂ യജ്ഞമേ ദേവകൾക്ക്. ദേവകൾ പോലും കൊതിക്കുന്ന ഒരു പെണ്ണ്, ദമയന്തി എന്ന് പറയുന്ന ഒരു പെണ്ണ് കുണ്ടിനപുരിയിലുണ്ട്, വിദർഭയിലുണ്ട്. അപ്പം പ്രണയം തുടങ്ങുന്നതിന് വേണ്ടി അതിനൊരു വിത്തിടാൻ വേണ്ടിയാണ് നാരദൻ അവിടേക്ക് വരുന്നത്. അപ്പം നാരദൻ ഒരു കാര്യം പറയുന്നുണ്ട്: പെണ്ണിനൊരാണിലൊരു പ്രേമതാമരയ്ക്കുന്ന് കന്ദർപ്പൻ വേണമതിന് കന്തം സമർപ്പയിതു എന്നാണ് പറയുന്നത്. നമ്മൾ പഠിക്കാനുള്ളത് കേട്ടോ. പെണ്ണിൻ്റെ മനസ്സിൽ ഒരാണിലേക്കൊരു പ്രേമത്തിന് വിത്തിടണമെങ്കിൽ അവിടെ കാമദേവൻ വേണം. കാമം എന്ന് പറയുന്ന വികാരം വേണം. അതിടലാണ് എൻ്റെ ജോലി. അത് പ്രപഞ്ച സൃഷ്ടമാണ്, നിനക്കുള്ളതാണ് രത്നങ്ങൾ, നിനക്ക് പ്രകൃതി തന്നിട്ടുള്ളതാണ്, ദൈവദത്തമാണ് ഈ പ്രണയം. അപ്പം ജീവിതത്തെ ഒന്നും പാഴാക്കിക്കളയത്, പ്രണയിക്കാനുള്ളത് പ്രണയിക്കേണ്ട സമയത്ത് പ്രണയിക്കണം എന്നൊരു സന്ദേശം കൂടി ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പം അങ്ങനെ ഈ പ്രേമം ക്രമേണ ഒരു താമര പോലെ ഇതൾ വിരിഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ടായിരിക്കണം ഇതിനകത്ത് 1-ാം ദിവസത്തിൽ താമരയുടെ ഒരുപാട് താമര എന്ന വാക്ക് പലയിടത്തും വരുന്നത്. നളിനമിഴി, നളിനാസനൻ, കമലജൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പലയിടത്തായിട്ട് വരുന്നത്. ആ ഒരു സൗന്ദര്യാത്മകമായിട്ട് 1-ാം ദിവസത്തെ പദങ്ങളൊക്കെ അതിമനോഹരമാണ്. അങ്ങനെ ക്രമേണ വിരിഞ്ഞു വരുന്നത്. അത് അപ്പോൾ ശരിക്കും പ്ലാൻഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സൃഷ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഉണ്ണാഹിവാരുടെ പ്രതിഭ മനസ്സിലാക്കണമെങ്കിൽ 2-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് നമുക്ക് പഠിക്കാനില്ലെങ്കിലും ഞാനിതൊന്ന് പറയുക, ഉണ്ണാഹിവാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഒരുപക്ഷെ നമ്മൾ ശാകുന്തളം, മലയാള ശാകുന്തളം എന്ന് പറയേണ്ടി വരുമ്പോൾ 2-ാം ദിവസം ഇവരുടെ മധുവിധു കാലത്താണ് സ്ത്രീയുടെ ശരീരത്തെ അറിയുന്നത് അല്ലെങ്കിൽ കാണുന്നത്. സാധാരണ ഈ പല ആട്ടക്കഥകളിലും മിതമായ ശൃംഗാരം എന്നേ പറയാൻ പറ്റത്തില്ല. കാരണം പണ്ട് അതിനെ ഒരു അശ്ലീലമായിട്ട് കരുതിയിരുന്നില്ല. രതിയെ അശ്ലീലമാക്കിയ ഒരു കാലഘട്ടത്തിൽ ഇപ്പം അത് വീണ്ടും മാറിയിട്ടുണ്ട്. അപ്പം അമിതമായ രതിയും സംഭോഗ ശൃംഗാരമൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. കഥകളിയിലും അത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഉണ്ണായിവാരുടെ കഥകളി എടുക്കുമ്പം അതിലെങ്ങും അങ്ങനൊരു സീനൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ 2-ാം ദിവസം വളരെ ബുദ്ധിപരമായി ഇതിലൊരു സീൻ എഴുതി ചേർത്തിട്ടുണ്ട്. അത് സാധാരണ കഥകളി ആസ്വദിക്കുന്ന ആൾക്കാരോ
ചിലപ്പോൾ നടന്മാരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ പോലും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പഠിക്കുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. അതിൽ രണ്ടാം ദിവസം നളൻ്റെയും ദമയന്തിയുടെയും മധുവിധ കാലമാണ്. അവർ നളൻ്റെ ഉദ്യാനത്തിൽ എത്തുന്നു എന്നാണ്. ഉദ്യാനത്തിൽ നിന്ന് മാത്രമേ പുരവരം എന്നുകൊണ്ട് പുരവനെ എന്നും പറയുന്നുണ്ട്. പുരവരമായിരിക്കും ഉദ്യാനം. പലയിടത്തും ഇവരിങ്ങനെ അർമാദിച്ച് നടക്കുകയാണ്, ഹണിമൂൺ ആഘോഷിച്ച് നടക്കുക. ആ സമയത്ത് ഒരു പദമാണ് ഉദ്യാനത്തെ വർണ്ണിക്കുന്നത്. ആ വർണ്ണന ഇങ്ങനെയാണ്: സാമ്യമകന്ന ഒരു ഉദ്യാനം, എത്രയും അഭിരാമമുണ്ട് അതിന് ന്യൂനം. ഇത് ഈ ഉദ്യാനം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആ ഉദ്യാനം സാമ്യമകന്നതാണ്. ഇതിനോട്ട് കമ്പയർ ചെയ്യാൻ വേറെ ഒന്നുമില്ല. സാമ്യമകന്ന ഉദ്യാനം, എത്രയും അഭിരാമമുണ്ട് അതിന് ന്യൂനം. ഉറപ്പായിട്ടും അതിന് ഇത്രയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ്. ഗ്രാമ്യം നന്ദനവനം, അരമ്യം ചൈത്രരഥവും, സാമ്യം നിനയ്ക്കുന്നാകിൽ കാമ്യമല്ല ഇത് രണ്ടും. അപ്പം ഈ പൂന്തോട്ടം കണ്ടിട്ട് ദേവന്മാർ പോലും മോഹിച്ച ആളാണ് നമ്മുടെ ദമയന്തി. ദേവേന്ദ്രൻ്റെ നന്ദനവനം എന്ന് പറയുന്ന പൂന്തോട്ടം അല്ലേ, വെറും ഗ്രാമ്യ, വെറും കച്ചറായ ഇതിൻ്റെ മുമ്പിൽ. വൈശ്രവണൻ്റെ പൂന്തോട്ടമാണ് ചൈത്രരഥം. അരമ്യം ചൈത്രരഥവും, സാമ്യം നിനയ്ക്കുന്നാകിൽ കാമ്യമല്ല ഇത് രണ്ടും. ആ രണ്ട് സാധനവും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ, സാമ്യം നിനയ്ക്കുന്നാകിൽ കാമ്യമല്ല ഇത് രണ്ടും. അപ്പം അത്ര മനോഹരമായ പൂന്തോട്ടമാണ്. അപ്പം ഈ ലോകത്ത് ഇതുപോലെ വേറെ ഒരു പൂന്തോട്ടമേ ഇല്ല എന്ന് പറയുന്ന കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ദേവേന്ദ്രൻ്റെ തോട്ടത്തെക്കാളും അല്ലെങ്കിൽ വൈശ്രവണൻ്റെ പൂന്തോട്ടത്തെക്കാളും വലുത് ആണെന്ന് പറയുന്നത് ഒരു ഇച്ചിരി അതിശയോക്തിയാണ്. അപ്പം അതിശയോക്തി പറയുമ്പം ഇത് ശരിക്കും ഒരു പൂന്തോട്ടത്തെ അല്ല വർണ്ണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം കഥകളിയിൽ സാധാരണ ദമയന്തിയാണ് ഇത് പറയുന്നത്. ദമയന്തി നളൻ്റെ പൂന്തോട്ടം കണ്ടിട്ട് ആഹാ മനോഹരമായിട്ടുണ്ട് എന്ന് പറയുന്നതായിട്ടാണ്. യഥാർത്ഥത്തിൽ അത് നളൻ അവതരിപ്പിക്കേണ്ടതാണ്. അത് ഞാൻ വഴിക്ക് വഴിയെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എത്രയും അഭിരാമമുണ്ട് അതിന് ന്യൂനം, കങ്കേളി ചമ്പകാദികൾ പൂത്തു നിൽക്കുന്നു, ശങ്കയെ വസന്തമായാതും. അപ്പം ഇദ്ദേഹത്തിന് ശങ്ക തോന്നുക, അശോകവും പിന്നെ ചെമ്പകവും ഒക്കെ പൂത്തു നിൽക്കുക, ശങ്കയെ വസന്തമായതും, വസന്തം വന്നോ എന്ന് ശങ്കിക്കുകയാണ്. നായിവാരുടെ അതിബുദ്ധിപരമായിട്ടാണ് വസന്തം വന്നു എന്ന് പറയുകയല്ല, വസന്തം വന്നോ, ശങ്കയെ വസന്തമായാതം. അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അതൊരു പൂന്തോട്ടമല്ല, മറ്റെന്തോ ആണ്. ശങ്കയെ വസന്തമായാതം. എന്നിട്ട് അടുത്ത് പറയുന്നു, ഭൃങ്കാളി നിറയുന്നു പടലയിൽ, കിം കേതകങ്ങളിൽ മൃഗാംഗനുദിക്കയല്ലേ. വണ്ടുകൾ നിറയുകയാണ്, ഭൃങ്കാളി നിറയുന്നു, വണ്ടുകളുടെ നിര നിറയുന്നു, പാതിരി വൃക്ഷ പൂക്കളിലെ ഭൃങ്കാളി വണ്ടുകൾ നിറയുകയാണ്. ശരിക്കും അത് ദമയന്തിയുടെ അളകങ്ങളാണ്, മനോഹരമായ മുഖത്തെ അളകങ്ങളാണ്. കിം കേതകങ്ങളിൽ മൃഗാംഗനുദിയ, കിം അവിടെയും ചോദ്യമാണ്, കിം എന്താണിത്? കേതകങ്ങളിൽ കൈതക്കൂട്ടങ്ങൾക്കിടയിൽ മൃഗാംഗൻ ചന്ദ്രൻ ഉദിച്ച് വരികയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്രൻ യഥാർത്ഥത്തിൽ ഉദിച്ചിട്ടില്ല. അല്ലെങ്കിൽ പൂന്തോട്ടം കാണാൻ പോകുന്ന സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്ന സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പം കിം കേതകങ്ങളിൽ, അപ്പം അവിടെ ഉദ്ദേശിക്കുന്നത് ദമയന്തിയുടെ മുഖമാണ്. കിം കേതകങ്ങളിൽ മൃഗാംഗൻ ഉദിക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു പൂന്തോട്ടത്തിൻ്റെ വർണ്ണനയല്ല. പി ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ പാട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മിഴിയിൽ നീലോൽപ്പലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻകവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം എന്ന് പറയുന്ന പോലെയാണ് സർവർത്തുരമണീയം എന്ന് പറയുന്നത്. സർവർത്തുരമണീയം ഏതൽ പൊന്മയ ക്രീഡാപർവ്വതം എത്രയും ചിത്രം. സർവ ഋതുക്കളും രമിക്കുന്ന എല്ലാ ഋതുക്കളിലുമുള്ള പൂക്കൾ ഈ പൂന്തോട്ടത്തിലുണ്ട്. സർവ ഋതുക്കളും രമിക്കുന്ന ഈ പൂന്തോട്ടത്തിൽ ഇവിടെ ഏതൽ പൊന്മയ ക്രീഡ, ആ സ്വർണ്ണമയമായ ക്രീഡാപർവ്വതം, കളിപ്പർവ്വതം എത്രയും ചിത്രം, എത്ര മനോഹരമാണ്.
വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അല്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അത് ദമയന്തിയുടെ മാറിടത്തെ തന്നെയാണ് ഇത് പറയുന്നത്. അടുത്ത ഭാഗം കുറച്ചുകൂടെ കടുപ്പത്തിലാണ് വരുന്നത്. ഗർഭിത ഹംസകോകം നീന്തും ക്രീഡാതടാകം നിർവൃതികരങ്ങളിൽ ഇവണ്ണം മറ്റൊന്നില്ല. ഇത് സ്പഷ്ടമായിട്ട്, ഇത് യഥാർത്ഥത്തിൽ നളനാണിത് പറയേണ്ടത്. ദമയന്തിയുടെ ശരീരത്തെ വർണ്ണിക്കാനുള്ളത് നളനാണ് വർണ്ണിക്കേണ്ടത്. പക്ഷേ ആട്ടപ്രകാരം രചിച്ചിരിക്കുന്നവർ ദമയന്തിയുടെ പദമായിട്ടാണ്. അതിന് കാരണം അതിന് മുമ്പും പുറവശത്തുമുള്ള പദങ്ങളൊക്കെ നളൻ ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ രംഗവിരസത, ഒന്നാമത് നേരത്തെ പറഞ്ഞല്ലോ, ആ വിരസത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരിക്കും. സത്യത്തിൽ ദമയന്തി അവിടെ പിന്നെ വന്നതേ ഉള്ളൂ, ഇച്ചിരി നാണമൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ശരിക്കും എല്ലാ പദങ്ങളും നളൻ്റേതായ രീതിയിലാണ് അവിടെ ഉണ്ണായി വാര്യർ എഴുതി വെച്ചത്. അപ്പോൾ ഇത് ഉണ്ണായി വാര്യർ ഒരു സൃഷ്ടിയുടെ വൈഭവമാണ്. അതുപോലെ ഓരോ പാത്രങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവരവരുടേതായ വ്യക്തിത്വത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നളനായാലും ദമയന്തി ആയാലും ഒരു ഹംസമായാലും കാട്ടാളനായാലും അവരുടെ പദങ്ങളും ഒക്കെ മനോഹരമാണ്. അപ്പം അതുപോലെ ഹംസം എന്ന് പറയുന്ന കഥാപാത്രം മനുഷ്യനല്ലാത്ത ഒരു കഥാപാത്രമാണ് ഇവിടെ പ്രണയത്തിൻ്റെ ഒരു പ്രകൃതി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിലൊരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശവും നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാണാം. രാജാവ് പിടികൂടുമ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, ഹംസം പറയുന്നുണ്ട്, എൻ്റെ ചിറക് മണികനകമാണ്, എനിക്ക് ഇത് കണ്ടില്ല, എൻ്റെ ശരീരമൊക്കെ ഇത്രയേ ഉള്ളൂ, സുന്ദരമൊക്കെയാണ്, കാണാൻ ഞാൻ വളരെ അഴകുള്ളതാണ്, പക്ഷേ ഇതുകൊണ്ട് നീ ധനിക, ഇതുകൊണ്ട് നീ അങ്ങ് കാശുകാരനാകുക. ഈ കഥകളിക്കകത്ത് ചില ഇതുകൊണ്ട് നീ ധനികൻ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുകൊണ്ട് നീ അങ്ങ് പണക്കാരനാകും. എനിക്ക് പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനില്ലെങ്കിൽ അവർ ദുഃഖം സഹിക്കാതെ മരിക്കത്തുള്ളൂ, എൻ്റെ കുലമിത് അഖിലവും അറുതി വന്നിത്. ഈ ഭാഗം ഇത് രാജാവിനോട് ഇദ്ദേഹം തന്നെ പറയുന്നതായിട്ടാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ നമ്മൾ യാതൊരു ആവശ്യവുമില്ലാതെ അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് നമുക്കൊരു പ്രയോജനമില്ലാതെ അല്ലേ, അതൊക്കെ അങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് കാട്ടാളൻ്റെയൊക്കെ പദങ്ങളൊക്കെ എത്ര മനോഹരം, ഇതൊക്കെ കണ്ട് ആരവമെന്തിത് അറിയുന്നതോ. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേക ഭാഗമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാം. ഈ 18-ാം നൂറ്റാണ്ടിൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ജാതി മതങ്ങളൊക്കെ കൊടികുത്തി നിന്ന കാലമാണ്. അവിടെ ദമയന്തി കാട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയി. ദമയന്തി ഒരു പാമ്പ് ചുറ്റി നിൽക്കുക. ആ സമയത്താണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് കാട്ടാളൻ അവിടേക്ക് വരുന്നത്. കാട്ടാളൻ വന്ന് നോക്കുമ്പോൾ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. അവരെ പാമ്പ് ചുറ്റി നിൽക്കുക, അവരുടെ കാലിൽ പാമ്പ് ചുറ്റി നിൽക്കുക. ചില വശപ്പശയായിട്ട് നിൽക്കുന്ന കണ്ടപ്പം കാട്ടാളൻ ഇടപെട്ട് പിന്നെ അപുത്രമിത്ര കാന്താരംബു കനർത്ഥകർത്തെ വീണാളെ ആരെന്നാലും രക്ഷിപ്പാൻ ഇനി അവരൻ വരുമോ കേണാൽ, വേറെ ആരെങ്കിലും ഇവിടെ രക്ഷിക്കാൻ വരും, ഞാൻ തന്നെ രക്ഷിക്കാൻ തുടങ്ങും. എന്നിട്ട് അടുത്ത് വന്നിട്ട് കാട്ടാളൻ ഒരു കാര്യം പറയുന്നുണ്ട്, വസിക്ക നീയൻ നംസേ താങ്ങി വധിപ്പൻ ഉരകം വക്രാപാങ്കി. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ തോളിൽ താങ്ങി നിൽക്കുക, ഞാൻ ഈ പാമ്പിനെ വധിച്ചു കളയാം. വധിപ്പൻ ഉരകം വക്രാപാങ്കി വാദിച്ചോർക്കും പ്രാണാപായെ ജാതിച്ചോദ്യം വേണ്ട തൊടുവാൻ. വാദിച്ചോരെന്ന് പറഞ്ഞാൽ വാദിച്ചോരെ ഓതിക്കോൻ എന്നൊക്കെ പറയുന്നത് ബ്രാഹ്മണ്യ ജാതിയിലെ അല്ലെങ്കിൽ മതത്തിലെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരാണ്. അവർക്ക് പോലും വാദിച്ചോർക്കും പ്രാണന് അപായം സംഭവിക്കുന്ന സമയത്ത് ജാതിച്ചോദ്യമൊന്നും വേണ്ട എന്നെ തൊടാൻ എന്ന് പറയുന്നത് പിൽക്കാലത്ത് നമ്മുടെ കുമാരനാശാൻ എഴുതി വച്ചിട്ടുള്ള ദാഹിക്കുന്നു നീർ നാവ് പറണ്ടഹോ ഭീതി വേണ്ട തരിക എന്ന് പറഞ്ഞ പോലെ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ജാതി, മരണത്തിൻ്റെ മുമ്പിൽ ജാതി ഇല്ലല്ലോ. ഇതൊക്കെ ഉണ്ണായി വാര്യരെ പോലുള്ള ഒരു വലിയ കലാകാരന് മാത്രമേ, വലിയ എഴുത്തുകാരന് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഉണ്ണായി വാര്യരുടെ ഒരു രചനാശൈലി, അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള അലങ്കാരങ്ങളും
വളരെ മനോഹരമായ പദങ്ങളും, ഈ വാക്കുകൾ ഓരോന്നും മനോഹരമാണ്. ഈ പദങ്ങളൊക്കെ നമ്മൾ കേട്ട് പഠിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. അപ്പം വളരെ അഭൂതപൂർവമായ സൗന്ദര്യമുള്ള ഒരു സൃഷ്ടിയാണ് മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് തന്നെ പറയാൻ യോഗ്യതയുള്ളൊരു സൃഷ്ടിയാണ് ഉണ്ണായി വാര്യരിൽ നിന്ന്. ഉണ്ണായി വാര്യരുടെ തന്നെ ഒരു പദം എടുത്ത് പറയുകയാണെങ്കിൽ, മിന്നൽ കൊടിയിറങ്ങി മണ്ണിലേ വരികയോ വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിലേ പോരുകയോ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ വന്ന് നമുക്ക് കിട്ടിയ ഒരു കൃതിയാണ്. ഈ കൃതിയെ ശരിയായ തരത്തിൽ അറിയാൻ നമുക്കെല്ലാം കഴിയട്ടെ.